സ്നേഹിതരെ, അഖില മലങ്കര വൈദിക സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പാനൽ ചർച്ചയ്ക്കുള്ള സമയം ആരംഭിക്കുകയാണ്. സഭാവിശ്വാസത്തിലേക്കുള്ള ആകർഷണത്വം യുവജന കാഴ്ചപ്പാടിൽ എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്. സഭാ വിശ്വാസം, ആകർഷണത്വം, യുവജന കാഴ്ചപ്പാട് ഇവയെല്ലാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. സഭയുടെ അടിസ്ഥാന വിശ്വാസം നമ്മുടെ പുതുതലമുറയ്ക്ക് എങ്ങനെ ആകർഷകമായി അവതരിപ്പിക്കാം? പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന പുതിയ വിഷയങ്ങളോട് സഭയുടെ കാഴ്ചപ്പാടും പ്രതികരണവും എങ്ങനെയായിരിക്കണം? ഇതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ചർച്ചകൾക്ക് ആരംഭം കുറിക്കുക മാത്രമാണ്. സഭയുടേതായ വിശാലമായ ചർച്ചകളും പഠനങ്ങളും ബോധനവും ശാസ്ത്രീയമായി ഭംഗിയായി അവതരിപ്പിക്കുവാൻ ഈ പാനൽ ചർച്ച സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാനൽ ചർച്ചയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രധാന അധ്യക്ഷനും അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായുമായ അഭിവന്യ യൂഹാനൻ മാർ പോളിക്കോർപ്പോസ് തിരുമേനിയാണ്. ഈ ചർച്ചകളെ നയിക്കുന്നത് പരിസ്ഥിതി കമ്മീഷൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോജി കെ ജോയി അച്ഛൻ, യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട PY ജസനച്ചൻ, പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ ബോട്ടണി വിഭാഗത്തിൻ്റെ അധ്യാപകൻ പ്രൊഫസർ ഡോക്ടർ ബിനോയ് തോമസ്, യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കുമാരി അക്സ മാത്യു കുട്ടമ്പേരൂർ തുടങ്ങിയവരാണ്. വന്നരായ ഗുരുക്കന്മാർ ഈ സമയം അവരുടേതായ പ്രബന്ധങ്ങൾ 7-8 മിനിറ്റിൽ ഒതുങ്ങത്തക്ക രീതിയിൽ അവതരിപ്പിക്കും. വളരെ ആദരപൂർവം ബഹുമാനപ്പെട്ട അഭിവന്യ യൂഹാനൻ മാർ പോളിക്കോർപ്പോസ് തിരുമേനിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, വളരെ വിശാലമായ ഒരു വിഷയമാണ് ചർച്ചയ്ക്കുള്ളത്. പക്ഷെ അതിൻ്റെ ആമുഖത്തിലേക്ക് അധികം കിടക്കാതെ തന്നെ പറയുകയാണ്, ഇന്നത്തെ നമ്മുടെ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളിയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2 വർഷം മുമ്പ് മാതൃഭൂമി വീക്കിലി നടത്തിയ ഒരു ചർച്ചയിൽ 3-4 സാഹിത്യകാരന്മാർ സംബന്ധിക്കുകയുണ്ടായി. അതിൽ ശാരദ ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചർ പറഞ്ഞു, ഇന്ന് എനിക്ക് ഈ ഗൂഗിൾ യുഗത്തിൽ തൊട്ടടുത്തിരിക്കുന്നതുമായിട്ട് ബന്ധം വേണ്ട. ലോകത്തിന് ചുറ്റുപാടും എനിക്ക് ബന്ധങ്ങളുണ്ട്. ആരുമായിട്ടും എനിക്ക് ബാധ്യതകളില്ല. എനിക്ക് എൻ്റെത് മാത്രമേ ഉള്ളൂ. ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത് കട്ട് ചെയ്യും. ആ ഒരു അവസ്ഥാവിശേഷത്തിൽ ജീവിക്കുന്നൊരു സമൂഹമാണ് നമുക്കിന്നുള്ളത്. 2 ദിവസം മുമ്പ് ഒരു കുഞ്ഞിനെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അവൻ വീട്ടിൻ്റെ മുകളിൽ കയറി ആത്മഹത്യ ചെയ്തു, തൂങ്ങിച്ചത്തു. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ വിഷമം നേരിടുന്ന ഒരു സമൂഹത്തെയാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ അച്ഛന്മാർ നേരിടുവാനുള്ളത് എന്നുള്ളത് പ്രത്യേകിച്ച് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടുവാനില്ല. കാരണം 2 വർഷം മുമ്പ് ഞാൻ അമേരിക്കയിൽ ഒരു ചെറിയ വിസിറ്റിന് പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട്. എല്ലാവരും വളരെ മൂശേട്ടായ എന്ന് പറയുമായിരുന്ന ബർന്നബാസ് തിരുമേനിയിൽ ആകൃഷ്ടരായ ഒരു വലിയപറ്റം ചെറുപ്പക്കാരെയാണ് അവിടെ കണ്ടെത്തിയത്. അവർക്ക് തിരുമേനിയെക്കുറിച്ച് പറയാൻ ഒത്തിരി നാക്കും വാക്കുമുണ്ട്. നല്ല മാതൃകയുള്ള, നല്ല നേതൃത്വമുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ സോദോം ഗൊമോറയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം തോട്ടമെന്ന്. നമ്മുടെ ഈ കുഞ്ഞു കേരളത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ്. പക്ഷേ സ്വന്തം നാടായ ഈ കേരളം സോദോം ഗൊമോറയേക്കാൾ കഷ്ടമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഇവിടെ നമുക്ക് ഒത്തിരി നേതൃത്വം കൊടുക്കാനുണ്ട്. ഒന്നാമത്, ശക്തമായ നേതൃത്വ നിര വൈദികരിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബർന്നബാസ് തിരുമേനിയെ പോലെയും കാലം ചെയ്ത് ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയെ കുറിച്ച് ഞാൻ അവിടെ കൊച്ചത്തിനായി ചെല്ലുന്ന സമയത്ത് ഒരാൾ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ വീട്ടുകാർ എന്നോട് പറയും, ഞാൻ ആദ്യം വിസിറ്റ് ചെയ്യുന്നതാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങളുടെ ജോസഫച്ചനെ പോലുള്ള അച്ഛന്മാരെയാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയായിരുന്നു. അച്ഛൻ ഒരു ദിവസം വീട്ടിൽ വന്നു. ഒരു പെന്തിക്കോസ് പാസ്റ്ററും വേദോസ്തവുമായിട്ടുണ്ട്. വീട്ടിൽ വന്ന് എല്ലാവരെയും നോക്കി, എല്ലാവരോടും വർത്താനം പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, വീട്ടുകാർ മിണ്ടിയില്ല. പാസ്റ്റർ കുറച്ചു നേരം അനങ്ങാന്ന് വെച്ചു. ഞാൻ ഒരു പാസ്റ്ററാണ്, എന്തിനു വന്നതാന്ന് ചോദിച്ചു. വേദപുസ്തകം പറയാൻ വന്നതെന്ന് പറഞ്ഞു. ആരും ഒന്നും മിണ്ടായിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ വേദപുസ്തകം പറയാൻ ഞാനുണ്ട്. എൻ്റെ വീട്ടിൽ വേദപുസ്തകം പറയാൻ നിങ്ങൾക്ക് അവകാശവും അധികാരവുമില്ല. ഓരോ വീടിൻ്റെയും നാഥന്മാരാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ അച്ഛന്മാരും. യുവാക്കൾ നമ്മളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ നിറഞ്ഞ ലോകത്തില് ചെറുപ്പക്കാർ നമ്മിൽ നിന്ന് നല്ല പ്രതിബിംബങ്ങളെ പ്രതീക്ഷിക്കുന്നു ഒന്നാം. അതോടൊപ്പം തന്നെ ചതിക്കുഴിയിൽ വീണുപോകുന്ന കുഞ്ഞുങ്ങളെ പിടിച്ചു കയറ്റുവാൻ നമുക്ക് കഴിയണം. 2 ആഴ്ച മുമ്പ് നടത്തിയ ഒരു വിവാഹ ഉദാശയിൽ ആ കൊച്ചിന്റെ അമ്മയും അപ്പനും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവന്റെ ഫാദർ ഇല്ലായിരുന്നുവെങ്കിൽ ഇവനെ ഈ പള്ളിയിലെ വിവാഹ ഉദാശി കൊണ്ടുവരാൻ ഒക്കത്തില്ലായിരുന്നു. അവൻ അതുപോലെ തകർന്നു പോയേനി. ഇവന്റെ അച്ഛനാണ് ഇവനെ നേരെ വഴിയെ നടത്തിയത്. ഇത് സംഭവമാണ് എന്ന് പറഞ്ഞതുപോലെ സമൂഹം, നമ്മുടെ ചെറുപ്പക്കാർ നമ്മിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. പല ലഹരിക്കും നവമാധ്യമങ്ങളായാലും വാർത്താമാധ്യമങ്ങളായാലും എല്ലാം ചതിക്കുഴിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഈ ലോകത്ത് നമ്മൾ നോക്കിയിരിക്കേണ്ടതായ കാര്യമുണ്ട്. എറണാകുളത്ത് അച്ഛനായിരിക്കുന്ന കാലത്ത്, വളരെ കൊച്ചച്ഛനായിരിക്കുന്ന കാലത്ത് മുഹമ്മദൻ സാർ ഒരു ദിവസം അവിടെ വന്നിരുന്നു. അദ്ദേഹം പാടിയ ഒരു പാട്ടുണ്ട്, 4 ലൈൻ. അതുകൊണ്ട് പാടി ഞാൻ ഒരു വാക്ക് ചുരുക്കാം. അദ്ദേഹം പാടിയൊരു പാട്ട് ഏതൊരു മഹാകവി എഴുതിയതാണ്. വന്ദനം കുരുടനും ഇഴി നൽകിയ കന്യാനന്ദന, കാലത്തിന്റെ നീണ്ട പാതയിൽ കൂടെ പോകയാം, വിശ്വാസത്തിൻ വടിയും കൂടി പോയ ലോകം, കണ്ണുനീർ ഗർത്തത്തിൽ പാപത്തിൻ ചൂഴിയിൽ കന്യാനന്ദന കാഴ്ച കൊടുക്കണമേ. കർത്താവിനാൽ അനുഗ്രഹീതര്, ഇവിടെ നാം അറിയേണ്ടത്, കാലത്തെ നീണ്ട പാതയിൽ കൂടെ പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും കയ്യിൽ വിശ്വാസത്തിന്റെ വടിയുണ്ടോ എന്ന് നോക്കണം. കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് വടി പോയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് സാമൂഹ്യ പ്രതിബദ്ധതയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ പ്രസംഗം ചുരുക്കുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാൻ തുടങ്ങിയാൽ വന്യനായ ജോഷാച്ചനൊക്കെ അടുത്ത വിഷയത്തിൽ ഇരിപ്പുണ്ട്, സമയം നീണ്ടുപോകും. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോജി കെ ജോയി അച്ഛൻ ഇപ്പോൾ വിഷയത്തിന്റെ ഒരു ഭാഗം അവതരിപ്പിക്കാം. ദൈവനാമം മുഹത്തപ്പെടട്ടെ. അഭിമന്യ തിരുമേനി, മോഡറേറ്റർ ആദരണീയനായ ജോൺ തോമസ് കരിങ്ങാട്ടിലച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സ്നേഹിതരെ, സദസ്സിൽ എൻ്റെ ഗുരുനാഥനായ ജോഷുവാച്ചൻ ഉൾപ്പെടെയുള്ള ഏറ്റവും ആദരണീയരായ പിതാക്കന്മാരെ, സഭാവിശ്വാസത്തിലേക്കുള്ള ആകർഷണത്വം യുവജന കാഴ്ചപ്പാടിൽ എന്നതിൻ്റെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് എങ്ങനെ യുവജനങ്ങളെ ആകർഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കുറച്ചുകൂടെ നാം സ്പെസിഫൈ ചെയ്തേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ യുവജനങ്ങളെ ആകർഷിക്കാം എന്ന ഒരു വാക്കുകൂടെ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്നത്തെ കാലം വളഞ്ഞൊഴുകലിന്റെ കാലഘട്ടമാണ്. ദ്രവ്യം ദൈവമായും വിശ്വാസം പരിഹാസ്യമായും സഭാജീവിതം സമൂഹത്തിൽ മുഖം നിലനിർത്താനുള്ള മാർഗമായും മാത്രം മാറുന്ന ഒരുതരം വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകളിൽ പറഞ്ഞാൽ ദുഷ്കാലം എന്ന് പറയാവുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് യുവജനങ്ങളെ സഭാവിശ്വാസത്തിലേക്ക് അടുപ്പിച്ച് നിർത്തുവാൻ കഴിയുന്നത് എന്നത് നാം ചിന്തിക്കണം. സഭ എന്ന് പറയുമ്പോൾ മറ്റൊരു വാക്കുകൂടെ അതിനോട് ചേർത്ത് നാം പറയണം, സമുദായം എന്ന വാക്ക്. പലപ്പോഴും നാം നടത്തുന്ന ചില പരിപാടികളിലേക്ക് യുവജനങ്ങൾ ആകർഷിക്കപ്പെടുന്നുണ്ട്. അത് സഭ എന്ന ക്രിസ്തുവിന്റെ ശരീരമായ, ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയിലേക്കാണോ,
അതോ സമുദായം എന്ന നിലയിൽ ഈ ലോകത്തിൽ നാം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പരിപാടികളിലേക്കാണോ നമ്മുടെ യുവജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത് എന്നത് നാം ശക്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. എൻ്റെ വ്യക്തിപരമായ ബലഹീനമായ അഭിപ്രായത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭ, ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ എന്നതിനേക്കാൾ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമുദായം എന്നതിലേക്കാണ് പലപ്പോഴും നെഗ്ലിജിബിൾ മൈനോറിറ്റിയായ ചില യുവജനങ്ങൾ ചില പരിപാടികളിൽ ആകർഷിക്കപ്പെടുന്നത്. എന്നാൽ ആരാധന, പഠനം, സേവനം എന്നീ 3 ലക്ഷ്യങ്ങളിൽ ആദ്യത്തെ 2 ലക്ഷ്യങ്ങളിലേക്ക്, ആരാധനയിലേക്ക്, പഠനത്തിലേക്ക് നമ്മുടെ യുവജനങ്ങൾ എത്രത്തോളം ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. വിശ്വാസത്തിലേക്ക് എങ്ങനെ യുവജനങ്ങളെ ആകർഷിക്കാം? ഒന്നാമതായി എൻ്റെ ബലഹീനമായ അഭിപ്രായത്തിൽ ഒരു ക്രൈസ്റ്റ് ഓറിയന്റഡ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജോൺ പോൾ II മാർപ്പാപ്പ 3-ാം സഹസ്രാബ്ദത്തിലെ യുവജനങ്ങൾക്ക് എന്ന പേരിൽ എഴുതിയ അദ്ദേഹത്തിന്റെ കൽപ്പനയിൽ 3 വാക്കുകൾ അദ്ദേഹം യുവജനങ്ങളെ നേടുവാൻ തക്കവണ്ണം കത്തോലിക്ക വൈദികരെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞ വാക്ക് വിൻ ദം ഫോർ ക്രൈസ്റ്റ്, 2 ബിൽഡ് ദം ഫോർ ക്രൈസ്റ്റ്, 3 സെൻഡ് ദം ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി അവരെ നേടുവാനും, ക്രിസ്തുവിന് വേണ്ടി അവരെ നിർമ്മിക്കുവാനും, ക്രിസ്തുവിന് വേണ്ടി അവരെ അയക്കുവാനും സാധിക്കണം. പലപ്പോഴും ക്രിസ്തു എന്ന തലയോളം വളരുന്ന അനുഭവം നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലും കൂടിവരവുകളിലും ചിലപ്പോഴൊക്കെ അപ്രസക്തമാകുന്ന ഒരവസ്ഥ. മറ്റു പലതും നമുക്ക് പറയാനുണ്ട്, എന്നാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഉണ്ടാകണം എന്ന് പറയുവാൻ ചിലപ്പോഴൊക്കെ നാം കാണിക്കുന്ന അമാന്തം. പണ്ടുകാലത്ത് അധികമായ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. പണ്ടുകാലത്ത് ഒന്നുകിൽ സഭ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനങ്ങൾ. പക്ഷെ ഇന്ന് കൂണുപോലെ മുളച്ചു വരുന്ന സ്വന്തക്കോസ്റ്റ്, ഓർണമെന്റൽ, പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ചിന്താധാരയെ കുറിച്ച് പറയുവാൻ നാം വിട്ടുപോകുന്നു എന്നത് നാം ചിന്തിക്കേണ്ടുന്നതാണ്. രണ്ടാമതായി, ആരാധന അനുഷ്ഠാനങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ സംവേദനം ചെയ്യപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. മുൻപ് കാലത്ത് കാണാതെയും മനസ്സിലാക്കാതെയും വിശ്വസിച്ച ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറ എന്തിനേയും കാര്യകാരണസഹിതം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങൾ കാലഹരണപ്പെട്ടതോ വിശദീകരിക്കാനാകാത്ത വിധം ഗോപ്യമോ അല്ല. എന്നാൽ മാറിയ കാലത്തിന്റെ ഭാഷയിലൂടെയും വാക്കുകളിലൂടെയും അവയെ വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനുമുള്ള കഴിവ് നാം നേടിയെടുക്കണം. ഓരോ കൂദാശകൾ, ഓരോ സന്ദർഭങ്ങളിൽ എന്താണ് നടക്കുന്നത്, എന്താണ് അതിൻ്റെ ആധ്യാത്മികമായ ഭാവം എന്നത് മനസ്സിലാക്കി കൊടുക്കുവാൻ നാം കാണിക്കുന്ന അമാന്തം പലപ്പോഴും ഈ വിശ്വാസ സത്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് യുവാക്കൾക്ക് ആകർഷിക്കപ്പെടാതിരിക്കുവാനുള്ള കാരണമായി മാറുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ മനസ്സിലാകുന്ന കാലികമായ വാക്കുകളിലൂടെ നമ്മുടെ ആരാധനയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി കൊടുക്കുവാൻ ബോധ്യതയും ബാധ്യതയും ഉള്ളവരാണ് നാം എന്നത് മനസ്സിലാക്കണം. മൂന്നാമതായി, നീതിയും ന്യായവും സുതാര്യതയും ഭരണ സംവിധാനത്തിൽ ഉറപ്പാക്കപ്പെടേണ്ടുന്നതിന്റെ ആവശ്യകത നാം ചിന്തിക്കേണ്ടുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടി. കൂടുതൽ അവർ ആകർഷിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കുന്നത്. പരിശുദ്ധ സഭയുടെ ദൈനംദിന ഭരണ സംവിധാനത്തിൽ അനീതിയും സ്വജനപക്ഷപാതിത്വവും സാമ്പത്തിക പരിഗണനയും ഇല്ല എന്നത് കടലാസിൽ എഴുതിയ സത്യമാണെങ്കിലും അത് നാം ഒക്കെ വിശ്വസിച്ച് അംഗീകരിക്കുന്നത് പോലെ അപ്പടി അംഗീകരിക്കുവാൻ യുവജനങ്ങൾ തയ്യാറാകുന്നില്ല. അവരുടെ ചില ചോദ്യങ്ങൾക്ക് തടി തപ്പാനാകുന്ന ഉത്തരങ്ങൾ കൊടുക്കാമെങ്കിലും സംതൃപ്തവും വിശ്വസനീയവുമായ ഉത്തരങ്ങൾ നൽകാനാകാത്തത് കൊണ്ട്
പലപ്പോഴും ഈ സഭയുടെ, പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിന്റെ മുഖ്യധാരയിലേക്ക് പ്രവൃത്തിയുടെ പരിഗണനയിൽ അവർ മാറിപ്പോകുന്നു എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന മൂന്നാമത്തെ അവസ്ഥയാണ്. നാലാമത്, അല്പം വിവാദമാകും എങ്കിലും ക്ഷമിക്കുക, സഭയിൽ ഉണ്ടായിരിക്കുന്ന കേസുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രതിസന്ധികളും അംഗീകരിക്കാവുന്ന വിധത്തിൽ വിശദീകരിക്കപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്നത്തെ യുവജനങ്ങളുടെ മെന്റാലിറ്റി നമുക്കറിയാം. IT-യിലൊക്കെ പ്രവർത്തിക്കുന്നവർ പ്രോബ്ലം സോൾവിങ്, അതാണ് അവരുടെ ഏറ്റവും ശക്തമായ മെന്റാലിറ്റി. പ്രശ്ന പരിഹാരം, അനിയന്ത്രിതമായ കാലതാമസം അംഗീകരിക്കുവാൻ യുവജനങ്ങൾ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ മുൻപ് സഭാ കേസും അതിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളും മാത്രം മതിയായിരുന്നു വിശ്വാസികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാനും ശ്രദ്ധ തിരിക്കുവാനും. രണ്ടു വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ: ശ്രദ്ധ പിടിച്ചുപറ്റുവാനും ശ്രദ്ധ തിരിക്കുവാനും സഭാ കേസും അതിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളും മാത്രമായി നമുക്ക് മതിയായിരുന്നുവെങ്കിൽ ഇന്ന് പ്രശ്ന പരിഹാരം, ഇതാണ് നമ്മുടെ യുവജനങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ സഭയുടെ കേസുകളിൽ, സഭയുടെ പ്രതിസന്ധികളിൽ അനിയന്ത്രിതമായ കാലതാമസം ഏർപ്പെടുമ്പോൾ അതിലെന്ത് സാക്ഷ്യമാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കാട്ടുവാൻ കഴിയുന്നില്ല. അഞ്ചാമതും അവസാനവുമായി, മാതൃകയാക്കൂ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടാനാകുന്ന മാർഗദർശികളുടെ അഭാവം. നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ഉണ്ടായിരുന്നു, ഭൂതകാലത്തിൽ ജീവിച്ചവർ ഉണ്ട് എന്ന് നാം പറയുന്നു. പക്ഷെ വർത്തമാനകാലമാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞുപോയ ഇന്നലകളും വരുവാനുള്ള നാളെയുമല്ല, ഇന്നാണ് പ്രധാനം എന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നത് പോലെ ഇന്ന് ഇത് അദ്ദേഹത്തെ കണ്ട് പഠിക്ക് എന്ന് പറയുവാൻ കഴിയുന്ന മാതൃകകൾ നമുക്ക് ചിലപ്പോഴൊക്കെ നഷ്ടമാകും. അതിന് ബദലായി നാം സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയകളുടെ ഉപയോഗത്തിലൂടെയും ആപ്സിലൂടെയും ആപ്ലിക്കേഷനിലൂടെയും യുവജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ആകർഷിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതൃത്വമാണ്. അത് വെറും വ്യാമോഹമാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ പോലും ഇന്നത്തെ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരം കൊണ്ടോ അതിലൂടെയോ സഭയുടെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ കഴിയില്ല. വേണ്ടുന്നത് വിശുദ്ധിയും വിനയവും വിശ്വാസവും വിവേകവും ഉള്ള ഒരു നേതൃത്വമാണ്. വിശുദ്ധിയും വിനയവും വിശ്വാസവും വിവേകവുമുള്ള ഒരു നേതൃത്വം. ജീൻ വാൽജീനിനെ നേർവഴിക്ക് നയിച്ച ബിഷപ്പിനെ പോലെ ഒരു നേതൃത്വ, വൈദിക നേതൃത്വം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ സഭയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. ഒന്ന്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലി. രണ്ടാമതായി, ആരാധന അനുഷ്ഠാനങ്ങളുടെ വ്യാഖ്യാനം കാലഘട്ടത്തിനനുസരിച്ചുള്ള വാക്കുകളിലൂടെ വ്യക്തമാക്കി കൊടുക്കുവാനുള്ള ആർജവത്വം. മൂന്ന്, നീതിയും ന്യായവും സുതാര്യമായി നടക്കുന്ന ഭരണ സംവിധാനവുമാണ് എന്ന് വാക്കുകളിലൂടെയല്ല, അത് ബോധ്യമാകുവാനുള്ള ക്രമീകരണം. നാലാമതായി, മാതൃകയാക്കുക എന്ന് പറഞ്ഞ് വർത്തമാനകാലത്തിൽ കാണിച്ചു കൊടുക്കേണ്ടുന്ന മാതൃകകൾ ഈ ജീവിത അനുഭവത്തിലൂടെ. അതോടൊപ്പം തന്നെ കേസുകൾക്ക് അല്ലെങ്കിൽ സഭയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് അനിയന്ത്രിതമായ കാലതാമസം, ഇതിനൊക്കെ ക്രമീകൃതമായ പരിഹാരം ഉണ്ടാകുന്ന സമയങ്ങളിൽ പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിലേക്ക് എനിക്ക് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാനുള്ളത്, വിശുദ്ധിയും വിനയവും വിശ്വാസവും വിവേകവുമുള്ള ഒരു സഭ, വൈദിക നേതൃത്വം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ ചെറുപ്പക്കാർ സഭയുടെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടും. സോഷ്യൽ മീഡിയകളിലൂടെ ആരെയെങ്കിലും ആകർഷിക്കാം എന്നുള്ളത് ബുദ്ധിഭ്രമം എന്നതല്ലാതെ അതിനപ്പുറമായ ഒരു വ്യാഖ്യാനവും നൽകാനായിട്ടില്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെയും ആകർഷിക്കാനൊക്കില്ല. ജീവിത വിശുദ്ധിയിലേക്ക് നാം മാറുമ്പോൾ അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അവസരം തന്നതിനുള്ള നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷയത്തിൻ്റെ മറ്റൊരു തലം യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട PY ജസൻ അച്ഛൻ അവതരിപ്പിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വേദിയെ അലങ്കരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അഭിവന്യ യോഹന്നാൻ മാർ പോളിക്കർപ്പോസ് മെത്രാപ്പോലീത്ത തിരുമനസ്, അഭിവന്യ പിതാക്കന്മാരെ, വന്യ ജോഷുവാച്ചൻ അടക്കമുള്ള ഗുരുശ്രേഷ്ഠരെ, വൈദിക സഹോദരങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു.
സഭയുടെ ആധുനിക ജീവിത കാലയളവിൽ എങ്ങനെ യുവജനങ്ങളെ ആകർഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോജി കെ ജോയി അച്ഛൻ്റെ അവതരണത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. സഭ ഈ ലോകത്തായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് സഭയുടെ ജീവിത ദൗത്യവും ലക്ഷ്യവും. നാം ആയിരിക്കുന്ന സമൂഹത്തെ, സൃഷ്ടിയെ ക്രിസ്തുവിന് വേണ്ടി രൂപാന്തരപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എപ്രകാരം നിർവഹിക്കാം സാധിക്കുമെന്നുള്ള ഒരു ചിന്തകളിലേക്കാണ് എൻ്റെ മനസ്സ് കടന്നു പോകുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് നിയോഗിക്കുന്നത് തോട്ടത്തെ പരിപാലിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ്. പരിശുദ്ധ സഭയുടെ ഇടയത്വ ശുശ്രൂഷയിലായിരിക്കുന്ന വൈദിക സഹോദരങ്ങളാണ് ഇവിടെ ആയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സഭയെ പരിപാലിക്കുവാൻ അതിനുവേണ്ടി നിയോഗിതരായിരിക്കുന്ന നമുക്ക് ദൈവസൃഷ്ടിയെ എങ്ങനെ ക്രിസ്തുവിന് വേണ്ടി രൂപാന്തരീകരണത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചിന്തയായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പരിപാലന ദൗത്യത്തിൽ നിന്നും അകന്ന് കയ്യേറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറിയപ്പോൾ ഏദൻ തോട്ടത്തിൻ്റെ മനോഹാരിതമായ അവസ്ഥയിൽ നിന്ന് അവൻ പുറന്തള്ളപ്പെടുകയാണ്. ഇന്ന് വൈദിക ശുശ്രൂഷയിലും ഞാനും നിങ്ങളുമായിരിക്കുമ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയെ പരിപാലിക്കുന്നതിന് പകരമായി, അത് മാനുഷിക ബന്ധങ്ങളിലാകാം അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള ബന്ധങ്ങളിലാകാം, പരിപാലിക്കുന്നതിന് വിരുദ്ധമായി കയ്യേറ്റത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ചർച്ചയ്ക്കും ചിന്തയ്ക്കും വിഷയീഭവിക്കേണ്ടതാണ്. നാളെ ജൂൺ മാസം 5-ാം തീയതിയാണ് എല്ലായിടത്തും പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ശ്രേഷ്ഠമായ ദിവസം. അതിനടുത്ത് വരുന്ന ഞായറാഴ്ചകളിൽ നമ്മുടെ ഇടവകളിലും യുവജന പ്രസ്ഥാന പ്രവർത്തകരും ഇടവജനങ്ങളും പരിസ്ഥിതി കമ്മീഷനും ഒക്കെ ചേർന്നുകൊണ്ട് വൃക്ഷത്തൈകൾ നടുകയും പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം. എന്നാൽ അതിന് അപ്പുറമായി ഈ പരിസ്ഥിതിയുമായുള്ള ബന്ധത്തിൽ മനുഷ്യന് എങ്ങനെ നിലനിന്നു പോകാൻ സാധിക്കുമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ച് ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിൽ ഒരാഘോഷമാക്കി മാറ്റുക എന്നുള്ളതിനപ്പുറമായി അതിനനുസരണമായ, പരിസ്ഥിതിക്ക് അനുസരണമായ ഒരു ജീവിതശൈലിയിലേക്ക് ഉയരുവാനും വളരുവാനും ശ്രദ്ധിക്കുന്നില്ല. അതിനുള്ള നേതൃത്വം നമുക്ക് നൽകുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന വേറൊരു പ്രശ്നം. പരിസ്ഥിതി പ്രശ്നങ്ങളോട് പലപ്പോഴും സഭയ്ക്ക് വ്യക്തമായ നിലപാടുകൾ എടുക്കുവാനും സാധിക്കുന്നില്ല. ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന 2-3 ഇഷ്യൂസ് ഉണ്ട്. കസ്തൂരി രംഗൻ റിപ്പോർട്ടും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രശ്നങ്ങളും. ഞാൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടുക്കി ഭദ്രാസനത്തിൻ്റെ വിവിധ മേഖലകളിലും മലബാറിലുമൊക്കെ ചെന്നപ്പോൾ അവിടെയൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പങ്കെടുക്കുവാനും ഇതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു ജനതയെ കാണുവാനുമൊക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ സഭയ്ക്ക് എന്താണ് ഈ വിഷയമെന്ന് പഠിക്കുവാനോ അതിനനുസരണമായി ജനങ്ങളെ ശക്തീകരിക്കുവാനോ സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സഭയുടെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ പത്തനംതിട്ടയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ ആറന്മുള എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറേ സമരങ്ങളും വിവാദങ്ങളുമൊക്കെ നമ്മിൽ പലരുടെയും മനസ്സിൽ ഏറ്റവും അടുത്ത് നമുക്ക് വിമാനമിറങ്ങുവാൻ സൗകര്യമുണ്ടായാൽ അത് നന്നായി എന്ന് ചിന്തിക്കുന്നവരാണ്. അതിനപ്പുറമായി അത് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ ചിന്തിക്കുവാനോ പലപ്പോഴും നാം ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് ഇടപെടുവാനോ ചർച്ച ചെയ്യുവാനോ സഭ ഒരു വേദി ഒരുക്കുകയോ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഈ അടുത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കരിങ്കൽ ക്വാറിയുമായി ബന്ധപ്പെട്ട സമരങ്ങളും പ്രശ്നങ്ങളുമൊക്കെ. എല്ലാ സ്ഥലങ്ങളിലും പാറമടുകളും പാറകൾ പൊട്ടിക്കുന്നതിൻ്റെ ദൂഷ്യവശവുമൊക്കെ പല സഭാവിഭാഗങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ആ സമരത്തിലൊക്കെയും പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് സ്വീകരിക്കുവാനോ ഇതിൻ്റെ ശരിയും തെറ്റും എന്തായെന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുവാനോ സാധ്യമാകാതെ വരുന്നത് കൊണ്ട് നമ്മുടെ യുവജനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ
സഭയ്ക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ഉത്തരവാദിത്വമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അകന്നു നിൽക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടായാലും മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടായാലും അതിനെക്കുറിച്ച് വ്യക്തമായൊരു പഠനം സഭയിൽ ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ അതിൻ്റെതായ നിലപാടുകൾ സമൂഹത്തോട് വ്യക്തമാക്കണം. അങ്ങനെ സമൂഹത്തോട് വ്യക്തമാക്കിയെങ്കിൽ മാത്രമേ ഈ സഭ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഈ പരിസ്ഥിതിയുടെ സൂക്ഷിപ്പുകാരനാണ് എന്നുള്ളത് സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ജനങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടുള്ള വികസനങ്ങളെ സഭ എങ്ങനെ കാണുന്നു, അങ്ങനെയുള്ള വിഷയങ്ങളോടുള്ള സഭയുടെ പ്രതികരണം എന്താണ്, ഇതൊക്കെയും വ്യക്തമായി പഠിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയ്ക്കൊരു വ്യക്തമായ രൂപരേഖ ഉണ്ടാക്കി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനും കഴിയുമ്പോൾ യുവജനങ്ങൾ അത് ഏറ്റെടുക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതിയെ മാറ്റി ഉയർത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ന് നമുക്കറിയാം, എത്ര ഭാന് കറങ്ങിയാലും നമുക്ക് ആയിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ വൈദികരെ സംബന്ധിച്ച് എത്ര ഭാൻ കറക്കിയാലും മതിയാകാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ ധാരാളമുണ്ട്. എന്നാൽ അതിന് പരിഹാരം നമ്മുടെ ജീവിതത്തിലൂടെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം നമ്മളിൽ നിന്ന് ഉയരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉയർത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ വർദ്ധിച്ചിരിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പള്ളിപ്പെരുന്നാളുകളും പരിപാടികളും ഒക്കെ വരുമ്പോൾ എല്ലാത്തിനും ഒരു ഘോഷയാത്രയും വാഹനഘോഷയാത്രയും ഒക്കെ സംഘടിപ്പിച്ച് നാം എല്ലാവരും ആഘോഷിക്കുക. അവിടെയൊക്കെ നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രകൃതിക്ക് അനുസരണമായ ഒരു ജീവിതശൈലി തന്നെയാണ് എന്നുള്ളത് നാം മറന്നു പോവുകയാണ്. അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ചെറിയ വസ്തുക്കൾ നിർമ്മിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ അത് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നാനോ പൊല്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുവകകളും ഏറ്റവും ചെറുതായി ഉപയോഗിക്കുകയും അത് വലിച്ചെറിയുകയും ചെയ്യുന്നത് മുഖാന്തരമായി ഈ സമൂഹത്തിൽ ജൈവ വൈവിധ്യം നഷ്ടപ്പെടുകയും അത് മുഖാന്തരമായി നാളത്തെ തലമുറയുടെ ജീവിതം ചോദ്യചിഹ്നമായി ഉയരുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സഭയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കുവാനും അത് യുവജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനും അതിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷിപ്പുകാർ, ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ഒരു ആർജവത്വം സഭയ്ക്കുണ്ടായെങ്കിൽ മാത്രമേ ഈ സഭ ഈ സമൂഹത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ. അതുപോലെ തന്നെ സമൂഹം നേരിടുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടിയായി ഇവിടെ നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കാലാവസ്ഥകളിലുണ്ടാകുന്ന വ്യതിയാനം നമുക്ക് അറിയാം. മുൻകാലങ്ങളിലൊക്കെ ജൂൺ മാസം ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് ശക്തമായ ഇടവപ്പാതിയുടെ സമയമായിരുന്നു. ഇന്ന് ഈ ദിവസങ്ങളിലൊന്നും തന്നെ നമുക്ക് മഴയുടെ യാതൊരു വിധമായ ശല്യവും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട സജി മേലച്ചൻ വളരെ സന്തോഷിക്കുന്നുണ്ടാകും. കാരണം ഇവിടെ മഴ പെയ്യാത്തത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ഇതൊരു വലിയ പാരിസ്ഥിതികമായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുവാൻ, ഈ കാലാവസ്ഥയുടെ വ്യതിയാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാണെന്നും ഇത് നാളുകളുടെ തലമുറയ്ക്ക് നാളുകളുടെ നമ്മുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. പ്രത്യേകിച്ച് നമുക്കറിയാം, കടൽ നിരപ്പ് ഉയരുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു കാണും, നമ്മൾ സാധാരണയായി നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്ന ചാള, മത്തി, അതുപോലെ തന്നെ അയല തുടങ്ങിയ മത്സ്യ സമ്പത്ത് കേരളത്തിന് അന്യമായി പോവുകയാണ്. ഇന്നാളുകളിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് ചാളയൊക്കെ ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ എത്തി നിൽക്കുന്നു എന്ന കഴിഞ്ഞ ദിവസത്തെ ഒരു പത്ര റിപ്പോർട്ടുകൾ വായിക്കുവാനായിട്ടിടയായി. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഇതിനോട് പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ ചെറിയ സമൂഹമായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നിലപാടുകൾ കൊണ്ട് ഈ പ്രശ്നങ്ങളെ നേരിടുവാനും യുവജനങ്ങളെ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുത്തുവാനും സഭയ്ക്ക് ഈ സമൂഹത്തോട് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാനും അത് മുഖാന്തരമായി ഒരു പുതിയ ജീവിതശൈലി ക്രമീകരിക്കപ്പെടുവാനും തക്കവണ്ണം ഇടയാകും. അങ്ങനെ പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള സഭയ്ക്കായി തീരുവാൻ, അത് മുഖാന്തരമായി യുവജനങ്ങളെ അതിലൂടെ സഭയുടെ ഭാഗമാക്കി നിലനിർത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരമാക്കി അവരെ ആക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ശ്രമം നമ്മുടെ വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നാളത്തെ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹകരമായിരിക്കുമെന്നുള്ളതിന് യാതൊരു വിധമായ സംശയവുമില്ല. ഏറ്റവും പ്രധാനമായി നാം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിപാലനത്വ വരം എന്നുള്ളതിലൂടെ നമ്മൾ വേണ്ടതായ ക്രമീകരണങ്ങളിലൂടെ അടുത്ത സമൂഹത്തെ
നന്മയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം വൈദിക സമൂഹത്തിനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായി സഭയിലെ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നേരിടുന്ന യുവജനങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കൊക്കെ ആരാധനയിൽ പങ്കാളിത്തം യുവജനങ്ങളുടേത് കുറയുന്നു, സഭയുടെ മുഖ്യധാര പ്രവർത്തനങ്ങളിൽ നിന്ന് യുവജനങ്ങൾ അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ കൺവെൻഷൻ യോഗങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം കുറയുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറമായി യുവജനങ്ങൾക്ക് വേണ്ടി സഭ എന്തു ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പാകെ ഒരു ചോദ്യമായി ഉയരണം. പലപ്പോഴും യുവജനങ്ങളെ കണ്ടില്ല, അവരെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയല്ലേ പലപ്പോഴും സഭ കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും പ്രധാനമായി നമുക്ക് നാളത്തെ തലമുറയിൽ നമ്മുടെ യുവജനങ്ങൾ സമൂഹത്തിൽ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധമായ ചിന്തയും ചർച്ചയും നമ്മുടെ ഇടയിൽ നിന്ന് രൂപപ്പെടുന്നില്ല. അവർക്ക് വേണ്ടതായ രംഗങ്ങളിലൊക്കെ വ്യക്തമായ പരിശീലനം നൽകി ഉദ്യോഗ തലങ്ങളിൽ അവരെ സഹായിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ സഭ അവരെ കൈപിടിച്ചുയർത്തുവാൻ പലപ്പോഴും കഴിയുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷന് ചെല്ലുമ്പം പലപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുന്ന അനുഭവം, മറ്റു പലർക്കും മറ്റു പല സഭാവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും മറ്റു മതസ്ഥർക്കും അഡ്മിഷൻ കൊടുത്താലും നമ്മുടെ സഭയുടെ അംഗങ്ങളെ യുവജനങ്ങളെ പലപ്പോഴും മുഖം ഗൗനിക്കാത്ത ഒരനുഭവം പലപ്പോഴും കാണുന്നു എന്നുള്ളത് വളരെ ദയനീയമാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കലാലയങ്ങളിൽ കണ്ടുവരുന്ന ഒരനുഭവം, പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ ഓർത്തഡോക്സുകാരായ അധ്യാപകർ ധാരാളം ഉണ്ടായിരുന്നു. ഇന്ന് ഓർത്തഡോക്സുകാരായ അധ്യാപകരുടെ എണ്ണം വളരെ കുറഞ്ഞു വരിക. ഒന്ന്, അവരെ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ അത്തരത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ സഭയ്ക്ക് കഴിയുന്നില്ല. രണ്ട്, ആരായാലും മതി വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സഭയുടെ പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കുമെന്നുള്ളതിന് യാതൊരു വിധമായ സംശയവുമില്ല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വളരെ ശക്തമായി മുൻകാലങ്ങളിൽ MGOCSM-ന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ കാലത്ത് അത് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഓർത്തഡോക്സുകാരായ അധ്യാപകരുടെ എണ്ണം നമ്മുടെ സ്ഥാപനങ്ങളിൽ കുറയുന്നു. മറ്റു മതസ്ഥരും ഈ സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരും പലരും പിൻവാതിലൂടെ ആ സ്ഥാനങ്ങളിലേക്കൊക്കെ കയറി വരുന്നത് മുഖാന്തരമായി ഈ സഭയുടെ യുവജനങ്ങളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അത് മുഖാന്തരമായി പലപ്പോഴും യുവജനങ്ങൾ സഭയോട് പിന്തിരിയുന്ന, മാറി നിൽക്കുന്ന, സഭയുടെ പ്രവർത്തനങ്ങളിൽ അകന്നു കഴിയുന്ന ചില സാഹചര്യങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം സഭയുടെ നേതൃത്വം വളരെ കാലാനുസൃതമായ തീരുമാനങ്ങളിലൂടെ മുന്നേറുവാൻ തക്കവണ്ണം ഇടയാകണം. അതിനുവേണ്ടി അഭിവന്യ പിതാക്കന്മാരും സഭയുടെ ആത്മായ വൈദിക നേതൃത്വവും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ ആളുകൾക്ക് വേണ്ടി റിസർവ് ചെയ്യുവാനും അത് മുഖാന്തരമായി അത്തരത്തിലുള്ള ഉയർച്ചയും വളർച്ചയും നമ്മുടെ സഭാംഗങ്ങൾക്കുണ്ടാകുവാനുള്ള ഒരു പിന്തുണ നൽകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എനിക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സഭ നേരിടുന്ന യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് പങ്കുവയ്ക്കുവാനായിട്ടിടയായത്. അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനി മലങ്കര സഭയുടെ യുവജനങ്ങൾക്ക് ഒത്തിരി ആവേശം പകർന്ന ഒരു പിതാവാണ്. അദ്ദേഹം പകർന്ന ആവേശം മറ്റൊന്നുമല്ല, ആ പിതാവ് യുവജനങ്ങളോടൊപ്പം നിലകൊണ്ടയാളാണ്. സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിക്കുവാൻ കഴിവും തൻ്റെ ഇടവുമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ അദ്ദേഹത്തെ ഒത്തിരി ബഹുമാനിച്ചിരുന്നു, ആരാധിച്ചിരുന്നു, അദ്ദേഹത്തെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുവാൻ ധാരാളം യുവജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും നാം മറന്നു പോകരുത്. പുതിയ തലമുറയിൽ അങ്ങനെയുള്ള നേതൃത്വത്തിൻ്റെ അഭാവം സഭയെയും പ്രസ്ഥാനത്തെയും ഒക്കെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓർക്കുകയും അതിനനുസരണമായി ഒരു അനുഗ്രഹീത നേതൃത്വമായി ഉയരുവാൻ തക്കവണ്ണം വൈദികർക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് അധ്യാപകനും യുവ ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ ഡോക്ടർ ബിനോയ് തോമസ്. അഭിവന്ദനായ തിരുമേനിമാരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ആദമിനെയും ഹവ്വയെയും ദൈവത്തിൻ്റെ സ്വന്തം ഇമേജിലും ലൈക്ക്നെസ്സിലുമാണ് സൃഷ്ടിച്ചത്. എന്നിട്ടും ആദമിനും ഹവ്വയ്ക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ദൈവത്തോടല്ല, മറിച്ച് സാത്താനോടാണ്. അതുകൊണ്ടാണ് സാത്താൻ അവരോട് പറഞ്ഞത്, ഡിസൊബേ ദ ഗോഡ് ആൻഡ് വിൽ ബിക്കം ലൈക്ക് ദ ഗോഡ്. ഇന്നത്തെ യുവജനങ്ങൾ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ദൈവത്തോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തോട് ഇഷ്ടമുണ്ട്, പക്ഷെങ്കിൽ കൂടുതൽ ഇഷ്ടം
സാത്താന്റെ പ്രവർത്തനങ്ങളിലാണ്. ഇവിടെ ഇന്ന് ഇഷ്യൂസ് ധാരാളം അവതരിപ്പിച്ചു. ഞാൻ ഇന്ന് അല്പമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത് കോണ്ടംപററി ബയോളജിക്കൽ ഇഷ്യൂസ് ഓഫ് യൂത്ത് ആണ്. ഇന്ന് വൈദികർ നമ്മളൊക്കെ കണ്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ധാരാളം പ്രോബ്ലംസ് നമ്മുടെ മുമ്പിലുണ്ട്. യുവജനങ്ങളെ മനസ്സിലാക്കുവാനും അവരിൽ ഒരിറ്റ് ആശ്വാസം കൊടുക്കുവാനും ഈ സെഷൻ നിദാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമേ, ഇന്ന് ധാരാളം അഡിക്ഷൻ കുട്ടികളിൽ കണ്ടുവരികയാണ്. അഡിക്ഷൻ എന്നുദ്ദേശിക്കുന്നത് ആൽക്കഹോളിക് അബ്യൂസ് ഇന്ന് ധാരാളമുണ്ട്. റീസെന്റ് ആയിട്ട് നാഷണൽ സർവേ ഓൺ ഡ്രഗ് അബ്യൂസ് എന്നതിൽ റിപ്പോർട്ടിൽ വന്നത് 25% ഓഫ് ദ യൂത്ത് എന്ന് പറയുന്നത് ആൽക്കഹോളിക്കാണ്. പലപ്പോഴും നമ്മൾ ഇത് കണ്ടില്ല എന്ന് പഠിക്കുന്നു. ഞാൻ ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് ഒരു പയ്യന്റെ പ്രൊഫൈൽ വായിച്ചപ്പോൾ ആ പയ്യനെ പറ്റി 100% മാർക്ക് കൊടുക്കാൻ തോന്നി. കാരണം എഴുതിയിരിക്കുന്നതെല്ലാം ഗുഡ് ക്വാളിറ്റീസ്. പക്ഷെങ്കിൽ അതിന്റെ ഗുഡ് ക്വാളിറ്റീസിൽ ഞാൻ കണ്ടത് അവൻ മദ്ബഹായിലെ സൂക്ഷകനാണ്. തൊട്ടു താഴെ മറ്റൊരു ഭാഗം കൂടെ കണ്ടു, ഒരു സ്ലൈറ്റ് ഡ്രിങ്കർ ആണ് എന്നും കണ്ടു. ഇത് കണ്ടിട്ട് ഞാൻ ഈ ഫോൺ നമ്പറിൽ വിളിച്ചു. എടുത്തത് അമ്മയാണ്. അമ്മ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാ: എന്റെ കൊച്ചിനെ പറ്റി 100% എനിക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഉറപ്പ് എന്താണ്? അവൻ സോഷ്യൽ ഡ്രിങ്കർ ആണെന്ന് അതിൽ കാണുന്നല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞത്, എന്റെ അറിവോട് എന്റെ സമ്മതത്തോടെ കൂടിയാണ് ഇത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മദ്ബഹായിൽ കയറുന്നു തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ മദ്ബഹായിൽ കയറ്റിയത്, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മദ്ബഹായിൽ കയറ്റിയത് ഒരു തിരുമേനിയുടെ കുഴപ്പം കൊണ്ടാണെന്നല്ല പറയുന്നത്. തിരുമേനിയ കയറ്റത് അത് ഭയങ്കരമായി ബൂസ്റ്റ് ചെയ്ത് പറയുകയാണ്. മറിച്ച് ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റി അമ്മയ്ക്ക് പോലും സപ്പോർട്ടാണ്. ഇതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. വൈദികനോ അധ്യാപകനോ ഇതിനെ നിരാകരിച്ചാൽ പോലും ഇന്ന് പലപ്പോഴും ഇതിനെതിരെയായിരിക്കും സമൂഹം തിരിയുന്നത്. പ്രിയപ്പെട്ട വൈദികരെ, ഇതിന്റെ ധാരാളം ദോഷവശങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ മാധ്യമങ്ങൾ, ഇന്നത്തെ റിപ്പോർട്ടുകൾ നോക്കിയാൽ ലീഗൽ പ്രോബ്ലംസിൽ കൂടുതൽ നിൽക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ കുട്ടികളാണ്. കാരണം ഇത്രയേ ഉള്ളൂ, ആൽക്കഹോളിക് അഡിക്റ്റഡാണ്. ഇന്ന് ധാരാളമായി അൺവാണ്ടഡ് റിലേഷൻഷിപ്പാണ് ഇന്നത്തെ യുവതലമുറയിൽ കുറെ ഭാഗത്തിൽ. ഭൂരിഭാഗവും നല്ലതായി ജീവിക്കുന്നു, അൺവാണ്ടഡ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അൺവാണ്ടഡ് സെക്ഷ്വൽ റിലേഷൻഷിപ്പാണ്. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ യുവജനങ്ങളിൽ കുറച്ചുപേർ സൂയിസൈഡിന് കാരണമായി തീരുന്നത്. ഇത് സഭയെ, നമ്മെ നല്ലപോലെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണിത്. നോഹ വീഞ്ഞു കുടിച്ച് മതോന്മത്തനായി കിടന്നപ്പോൾ നമുക്കറിയാം, മകനത് കാണുകയും നോഹ ലഹരി വിട്ടുണർന്നിട്ട് മകനെയും തന്റെ കൊച്ചുമകനെയും ശപിച്ചു. ഇത് ശാപമാണ് സഭയിൽ മൊത്തമായിട്ടും. ഇന്ന് പരിശോധിച്ചാൽ ഭൂരിഭാഗത്തും ഇന്ന് സഭയിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും തലപ്പത്തിരിക്കാത്തവരും ഒക്കെയും ഇത് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളതും നഗ്ന സത്യമാണ്. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട വൈദികരെ, ഇതിനൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പറ്റത്തില്ല. മറിച്ച് അവനെ അറിഞ്ഞ് അവനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പെരുമാറുവാൻ ശ്രമിക്കണം. രണ്ടാമത്, ഇന്ന് കൂടി വരുന്ന ഒരു ബയോളജിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പാണ്. ഇന്ന് യുവജനങ്ങളിൽ ഭൂരിഭാഗവും പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്. റീസെന്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ട്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാ: 4% of the young women and 15% of the young men had experienced pre-marital relationship. എന്തേ ഇത്? എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെയാണ്: 2% of the married women and 8% of the young men. വീണ്ടും അവരും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു. ഇത് നമ്മൾ കണ്ടു എന്ന് നടിക്കുവാൻ പലപ്പോഴും നമ്മൾ ഭാവിക്കത്തില്ല എന്നുള്ളതാ. ഇതിന്റെ ആത്യന്തികമായ ഫലം സഭയെയും സമൂഹത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇന്ന് ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിന് പലരും മുതിരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഭയിൽ കാണുന്ന പുതിയൊരെണ്ണമാണ് അറേഞ്ച്ഡ് മാരേജിന് പകരം പലപ്പോഴും ഇന്ന് ലവ് അഫെയറിന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് കണ്ടത് ഇന്റർകാസ്റ്റ് മാരിയേജ് ഇന്ന് പലപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇത് യുവജനങ്ങൾ മനസ്സിലാക്കണം. യുവജനത്തെ നയിക്കുന്ന യുവജനങ്ങളുടെ ഫാമിലി ഉൾപ്പെടെയുള്ളവർ ഇത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇതിന്റെ ഫലമായിട്ട് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഡിസീസ് പെരുകയാണ്. സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നാ പറയുന്നത്. സെക്ഷുവൽ STD എന്നറിയപ്പെടുന്ന ഡിസീസ് കാർന്നു തിന്നുകയാണ്. US-ന്റെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് 19 മില്യൺ ന്യൂ കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 448 മില്യൺ സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്രിയമുള്ള വൈദികരെ, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകട്ടെ. മൂന്നാമത്തെ ഭാഗം ഞാൻ മനസ്സിലാക്കിയത് ഈ ഇടപെടലുകൾ കൊണ്ട് ഇന്ന് ഈ യൂത്ത് വിങ്ങിൽ സ്ത്രീകൾ അബോർഷൻ എന്നൊരു ഭാഗത്തെ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ചില അവസ്ഥകൾ കാണുവാൻ സാധിച്ചു. ഫാമിലി വെൽഫെയർ സ്റ്റാറ്റിക്സ് അനുസരിച്ച് 7 തൊട്ട് 8 ലക്ഷം അബോർഷനാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണിത് സംഭവിക്കുന്നത്? എന്നും കുർബാന അനുഭവിക്കുന്നവരും എന്നും പള്ളിയിൽ വരുന്നവരുമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാ ഈ ഭാഗത്ത് പറയുന്നത്. കാരണം സ്പേമും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈഗോട്ട് ജീവന്റെ തുടിപ്പ. ആ തുടിപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ തുടിപ്പ. ആ തുടിപ്പിനെ നശിപ്പിക്കുവാനാണ് ഇന്ന് യുവ സ്നേഹിതമാർ ഇറങ്ങിത്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് നമ്മുടെ ചർച്ചകൾ നടക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊരു ഫാഷനായിട്ട് മാറുകയും അത് സമൂഹത്തിന്റെ വിശ്വാസത്തിന് എതിരായി തീരുകയും ചെയ്യും. ഇത്രയുമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിൽ തോന്നിയ ചില ബയോളജിക്കൽ ഇഷ്യൂസ്. പക്ഷെങ്കിൽ ഭാവിയിൽ നേരിടാൻ പോകുന്ന മറ്റൊരു ഇഷ്യൂ ഉണ്ട്, ക്ലോണിംഗ്. നടക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെങ്കിൽ നടക്കും. ഇന്ന് ഇതിന് ധാരാളം യൂസസ് ഉണ്ട്. പക്ഷെങ്കിൽ യൂസസിന്റെ മറ്റൊരു ഭാഗം പറയട്ടെ, ഇനിയത്തെ കാലത്ത് ആണുങ്ങൾ വേണ്ടതാ. സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വെറുതെ ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുകയാണ് ഈ മെയിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കമ്മോഡിറ്റി കീപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രീസറിൽ കീപ്പ് ചെയ്ത സെൽസിനെയും അതിനെ ഫ്യൂസ് ചെയ്ത് കിട്ടുമ്പോൾ അവിടെ ഒരു പുതിയ ആളുണ്ടാകും. മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്, സറോഗേറ്റ് മദർ. ഇത് വാടകയ്ക്ക് കുഞ്ഞിനെ പ്രസവിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കുറെ സ്ത്രീജനങ്ങൾ കാണും. കാരണം ജോലിയുടെ ഭാഗമായിട്ട് അമ്മയും ചെയ്യാത്തത് മറ്റൊരു മദർ ചെയ്യും. ഇത് സമൂഹത്തിലേക്ക് വളർന്നു വരുന്ന മറ്റൊന്നാണ് ഈ ക്ലോണിംഗ് എന്നുള്ളത്. ഇയാൻ വിൽമുട്ടിന്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു ഇത്, ഡോളിയിൽ കണ്ടുപിടിച്ചത്. പക്ഷെങ്കിൽ സമൂഹം അതിന്റെ തെറ്റ് വശങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ കണ്ടത് ഭാവിയിൽ ഇത് എല്ലായിടത്തേക്കും വ്യാപിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ ഭാഗം നിർത്തുകയാണ്. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞപ്പം അവിടേക്ക് ജനങ്ങൾ ഓടിയെത്തുകയായിരുന്നു. മരുഭൂമി അങ്ങനെ പട്ടണമായി. പക്ഷെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, പക്ഷെങ്കിൽ പട്ടണത്തിൽ കേൾക്കുവാൻ ആളില്ല. ബഹുമാനപ്പെട്ട വൈദികരെ, യുവജനങ്ങളുടെ മനസ്സ് ഒന്നറിഞ്ഞ് അവരെ തൊട്ട് ഈ ഒരു പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരണം. അങ്ങനെയെങ്കിൽ ഭാവി സുരക്ഷിതമാകും. എല്ലാവരുടെയും കൂട്ടായ ചിന്തയാണ് ഈ ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതിന് ഈ ഒരു ചർച്ച അതിന് നിദാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ സെൻട്രൽ കമ്മിറ്റി അംഗവും CA വിദ്യാർത്ഥിയുമായ കുമാരി അക്സ മാത്യു കുട്ടമ്പേർ. ബഹുമാനപ്പെട്ട പോളികാർപ്പോസ് തിരുമേനി, ഈ പാനൽ ചർച്ചയുടെ മോഡറേറ്റർ ബഹുമാനപ്പെട്ട ജോൺ തോമസ് കൻകാട്ടിലച്ചൻ, വന്യ പിതാക്കന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ സഭയിലുടനീളം കുറേ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇടവകയുടെ ഭരണസമിതിയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നുള്ളത്. ഈ വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം എനിക്ക് നിങ്ങളോടൊത്ത് ചർച്ച ചെയ്യാനുള്ളത്.
സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും സഭയുടെ വന്യ പിതാക്കന്മാരും സ്ത്രീ ഇടവകയുടെ ഭരണസമിതിയിലേക്ക് വരേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി അവൾക്ക് ഭരണസമിതിയിൽ ഇടവകയുടെ പൊതുയോഗത്തിൽ പങ്കാളിയാകുവാനുള്ള അവസരം നൽകി. തുടർന്ന് ഇടവകയുടെ പൊതുയോഗത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും അവസാനമായി ഒരു സ്ത്രീക്ക് ഇടവകയുടെ പൊതുയോഗത്തിൽ നിന്ന് ഭരണസമിതിയിൽ അംഗമാകുവാനും ഇടവകയുടെ കൈക്കാരനോ സെക്രട്ടറിയോ ആകുവാനുള്ള അവസരത്തിൽ എത്തി നിൽക്കുന്നു നമ്മുടെ സഭയുടെ സ്ത്രീ ശാക്തീകരണം. ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങൾ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, എന്താണ് സ്ത്രീ ശാക്തീകരണം? സ്ത്രീ ശാക്തീകരണം എന്നാൽ സ്ത്രീ സ്വയം ശക്തിപ്പെടുക. അതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ അടിസ്ഥാന തത്വം. സ്ത്രീ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കുതിച്ചപ്പോൾ സഭയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒരു പുതിയ വഴി തുറക്കുകയായിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിലൂടെ അവൾക്ക് തങ്ങളുടെ കഴിവ് മനസ്സിലാക്കി അത് ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള കരുത്ത് ആർജിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് സ്ത്രീ ശാക്തീകരണം. ഈ വിഷയം ചർച്ച ചെയ്യുവാനുള്ള ഏറ്റവും മികച്ച വേദിയായി ഈ വൈദികര സമ്മേളനത്തെ ഞാൻ കാണുന്നു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭയുടെ ആരാധനാ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, സഭയുടെ ആധ്യാത്മിക സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ഭൂരിഭാഗമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എങ്കിൽ പ്രിയപ്പെട്ട വൈദികരെ, നാം ചിന്തിക്കണം, ഇതിന്റെ ഭരണ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക സംഘടനയുടെ അല്ലെങ്കിൽ സഭയുടെ ഒരു റെപ്രസെന്റേറ്റീവ് തലത്തിലേക്ക് വരുമ്പോൾ എത്ര സ്ത്രീകളുടെ സാന്നിധ്യം നമുക്കവിടെ അറിയുവാൻ സാധിക്കുന്നു. സഭയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി പറയാം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന യുവജന പ്രസ്ഥാനം സംഘടന. യുവാക്കൾക്കും യുവതികൾക്കും തുല്യ പങ്കാളിത്തമാണെങ്കിലും നമ്മുടെ സഭയുടെ ഇത്രയധികം ഭദ്രാസനത്തിൽ ഭദ്രാസനത്തിലാണ് ഒരു യുവതി യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത്. വളരെ ഖേദകരമായി തന്നെ ഞാനത് പറഞ്ഞുകൊള്ളട്ടെ. യുവാക്കൾക്കും യുവതികൾക്കും തുല്യ പങ്കാളിത്തമുള്ള നമ്മുടെ സഭയുടെ ഒരു പ്രസ്ഥാനത്തിൽ, നമ്മുടെ സഭയുടെ മൊത്തമായി നോക്കിയാൽ സൺഡേ സ്കൂൾ എന്ന ആധ്യാത്മിക സംഘടന, ഈ ആധ്യാത്മിക സംഘടനയിൽ ഏറ്റവും ഭൂരിഭാഗവും അധ്യാപകരായിരിക്കുന്നത് സ്ത്രീകളാണ്. എന്നാൽ അവയുടെ ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ എത്ര സ്ത്രീകളെ, എത്ര ഡയറക്ടർ ജനറൽമാരെ, എത്ര അധ്യാപക പ്രതിനിധികളെ അല്ലെങ്കിൽ എത്ര ഡിസ്ട്രിക്ട് ഓർഗനൈസർമാരെ സ്ത്രീകളായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അവിടെയും സ്ത്രീകൾക്കും പുരുഷനും തുല്യ പങ്കാണ്. എങ്കിലും അവിടെ സ്ത്രീയുടെ എല്ലാ പങ്കാളിത്തത്തിലും സ്ത്രീക്ക് സാന്നിധ്യമുണ്ടെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവ് ലെവലിലേക്ക് വരുമ്പോൾ സ്ത്രീക്ക് അവസരം ലഭിക്കുന്നില്ല. രണ്ടാമത് എനിക്ക് ചിന്തിക്കാനുള്ളത്, സ്ത്രീ ശാക്തീകരണം സഭയിൽ എങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാം. ഇടവകയുടെ പൊതുയോഗത്തിൽ സ്ത്രീ സംബന്ധിക്കുന്നതിനും ഇടവകയുടെ പൊതുയോഗത്തിൽ അവർക്ക് അഭിപ്രായം പറയുന്നതിനും ഇടവകയുടെ ഭരണ സമിതിയിലേക്ക് സാന്നിധ്യം അറിയിക്കുവാനും ഇടവകയുടെ കൈക്കാരനോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ആക്കുന്നതിൽ ഒരു വികാരിക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം ചർച്ച ചെയ്യുവാനുള്ള ഏറ്റവും മികച്ച വേദി ഈ വൈദികരുടെ സമ്മേളനം എന്ന് തന്നെയാണ് എന്ന്. കാരണം ഒരു ഇടവകയുടെ പൊതുയോഗത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അവിടുത്തെ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ ചെറിയ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നത് വൈദികർക്കാണ്. ആ പ്രവർത്തനങ്ങളുടെ അവസാന വാക്കും വൈദികരാണ്. അപ്പോൾ ഒരു പൊതുയോഗം നടക്കുമ്പോൾ തീർച്ചയായും ഒരു വൈദികന് അല്ലെങ്കിൽ വൈദികന് ശ്രമിക്കാൻ സാധിക്കും ഒരു യുവതിയെ ഇടവകയുടെ ഭരണസമിതിയിലേക്ക് കൊണ്ടുവരുവാൻ. ഇന്ന് മുന്നിൽ നിൽക്കുന്ന ഈ വൈദികരും ഓരോരുത്തരും തന്നെ ഉള്ളിൽ ചോദിച്ചു നോക്കുക, ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ വികാരിയായിരിക്കുന്ന എൻ്റെ ഇടവകയിൽ ഈ കഴിഞ്ഞ ഭരണസമിതിയിലേക്ക് ഈ പൊതുയോഗത്തിൽ എൻ്റെ ഇടവകയിലെ എത്ര സ്ത്രീകളെ ആ പൊതുയോഗത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന്, അതിൽ എത്ര സ്ത്രീകളെ ഭരണസമിതിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന്, ആരെങ്കിലും ഒരു സ്ത്രീയെങ്കിലും സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ കൈക്കാരനോ ആക്കുവാൻ സാധിച്ചോ, അതിനുള്ള അവസരം ഞാൻ നൽകിയോ അല്ലെങ്കിൽ ആ അവസരം നൽകുവാൻ ഞാൻ ശ്രമിച്ചോ എന്ന് ഓരോ വൈദികരും സ്വയം ചിന്തിച്ചു നോക്കുക. പരിശുദ്ധ സഭയുടെ സുന്നോദോസിന്റെ ഈ തീരുമാനം, സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഈ തീരുമാനത്തിന് വേണ്ടിയിട്ട് വളരെ വിശാലതയും ഒരു സന്നദ്ധതയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ത്രിതല പഞ്ചായത്തിൽ എന്ന പോലെ സ്ത്രീകൾക്ക് നിശ്ചിത ശതമാനം സംവരണം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ സഭയുടെ ഈ നിർദ്ദേശം പൂർണ്ണമായും പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊരു വളരെ സുദീർഘമായ ഒരു പ്രക്രിയ തന്നെയായിരിക്കും.
അതിനു വേണ്ടിയിട്ട് ദീർഘമായ ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. അത് സുന്നതദോസിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഭരണഘടനയുടെ ഭേദഗതി വരുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ. എന്നാൽ അതൊരു സംവരണം വരുത്തി അതൊരു മസ്റ്റാക്കി അല്ലെങ്കിൽ ഒരു നിയമമാക്കുന്നതിനേക്കാൾ ഉപരി ഓരോ വൈദികർക്കും സ്വയം തീരുമാനിക്കാൻ സാധിക്കും. എൻ്റെ ഇടവകയുടെ പൊതുയോഗത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കുക എന്ന്. എൻ്റെ ഇടവകയുടെ ഭരണസമിതിയിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാകുക എന്ന്. ഒരു ഇടവകയുടെ സെക്രട്ടറിയോ ട്രസ്റ്റിയോ ആക്കുവാൻ സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഇന്ദിരാഗാന്ധിക്കും പ്രതിഭാ പാട്ടീലിനും മികച്ച പ്രവൃത്തികൾ കാഴ്ചവെക്കുവാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായും ഒരു ഇടവകയുടെ ഭരണം നടത്തുവാൻ ഒരു സ്ത്രീയും മുന്നിലായിരിക്കില്ല. സ്ത്രീയുടെ കഴിവ് അങ്ങ് ബഹിരാകാശത്ത് വരെ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഒരു പള്ളിയുടെ ഭരണതലത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ സ്ത്രീകൾക്ക് പൂർണ്ണമായും സാധിച്ചിട്ടില്ല. അതിനുള്ള ഏറ്റവും മികച്ച പങ്ക് വഹിക്കുവാൻ സാധിക്കുന്നത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ വൈദികർക്കുമാണ്. തങ്ങളുടെ ഇടവകകളിലെ സ്ത്രീ ശക്തീകരണം ഉറപ്പാക്കുവാൻ ഓരോ വൈദികർക്കും സാധിക്കണം. അപ്രകാരം തീരുമാനിക്കുവാനുള്ള ഒരവസരമായി ഈ വൈദികരുടെ സമ്മേളനമായി തീരട്ടെ എന്ന് ഞാൻ അത്യധികമായി പ്രാർത്ഥിക്കുകയും എനിക്കിതിന് അവസരം നൽകിയ ഏവരോടുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത അവസരത്തിൽ ഈ പേപ്പറുകൾ അവതരിപ്പിച്ചുള്ള ചോദ്യവും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. സമയത്തിൻ്റെ ദൗർബല്യം കൊണ്ട് ചോദ്യങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ ഒരു സമാപനം എന്ന നിലയിൽ ഇവിടെ അവതരിപ്പിച്ച ഓരോ പ്രബന്ധവും ആത്മവിമർശനത്തിനുള്ളതാണ്. നമ്മോട് തന്നെയുള്ള ചോദ്യമാണ്. ഇടയ പരിപാലനത്തിൽ ഉണ്ടാകേണ്ട പുതിയ ധാർമ്മികതയും പുതിയ രീതിശാസ്ത്രവും രൂപപ്പെടുത്തുവാനുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ അവതരിപ്പിച്ച ഓരോ വിഷയങ്ങളും 4 വാക്കുകളിൽ ചെറുതാക്കി പറയുവാൻ കഴിയും. 4G. ഇന്ന് ഈ 4Gയുടെ കാലമാണ്. 4th ജനറേഷൻ എന്നാണ് 4G എന്നതിന് ടെക്നോളജിയിൽ പറയുന്ന വാക്ക്. ഇവിടെ അവതരിപ്പിച്ചത് 4Gയിൽ തുടങ്ങുന്ന ആശയങ്ങളാണ്. ഒന്നാമത്തെ G ഫോർ ഗോസ്പൽ. വേദവായനകൾക്ക് പുതിയ അർത്ഥമുണ്ടാവണം. വേദവായനകൾ മനുഷ്യ സമൂഹത്തോട് ചേർന്ന് നിൽക്കണം. മനുഷ്യന്റെയും പ്രകൃതിയുടെയും ഭാവം തിരിച്ചറിയുവാൻ കാലികമായ വ്യാഖ്യാനവും രീതിശാസ്ത്രവും നമ്മുടെ വേദപഠനങ്ങൾക്ക് രൂപപ്പെടണം എന്ന് ഇവിടെ പ്രബന്ധകാരന്മാര് അവതരിപ്പിക്കുകയുണ്ടായി. G ഫോർ ഗോസ്പൽ. പരമ്പരാഗതമായ വായനകളാണോ നമ്മളിപ്പോൾ നിലനിർത്തുന്നത്? പുതിയ കാഴ്ചപ്പാടുകളും പുതിയ അവതരണ രീതികളും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമോ? രണ്ടാമത്തെ G ഫോർ ഗൂഗിൾ. ഇന്നത്തെ ലോകം മാധ്യമങ്ങളുടെ ലോകമാണ്. ഗൂഗിൾ കൾച്ചറാണ്. സാമൂഹിക മാധ്യമങ്ങളുടെ ശക്തമായ സംക്രമണം അതിപ്രസരം നടത്തുന്ന കാലമാണ്. ഈ മാധ്യമങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മുടെ വിശ്വാസ ബോധന പ്രക്രിയകൾ ഇതുവഴി ഫലപ്രദമാക്കുവാൻ കഴിയുമോ? നമ്മുടെ യുവജനങ്ങൾ ഇതിന് അടിമപ്പെട്ടു പോകുന്നില്ലേ? ഇതിനോടുള്ള നമ്മുടെ പ്രതികരണം, ഒരു പ്രതിസംസ്കാരം, പ്രതിമാധ്യമ ബോധനം എങ്ങനെ രൂപപ്പെടുത്തുവാൻ കഴിയും? G ഫോർ ഗ്രീൻ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. അനേക പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. കുർബാനയും പ്രസംഗവും മാത്രം മതിയോ? നമ്മുടെ ഇടയ ശുശ്രൂഷ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മുടെ ഇടയ ദൗത്യം പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അവിടെ ഉയർത്തുന്ന പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് സഭയുടെ നിലപാടെന്താണ്? ഇവിടെ ഉയർന്നു വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് നമ്മുടെ നിലപാടുകളും നമ്മുടെ ദർശനവും എന്താണ്? ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയുവാൻ കഴിയുമോ? നാലാമത്തെ G ഫോർ ജെൻഡർ. G ഫോർ ജെൻഡർ. സ്ത്രീനീതി, ലിംഗനീതി, സ്ത്രീ പ്രാതിനിധ്യം, സ്ത്രീ സാന്നിധ്യം, സ്ത്രീ ശക്തീകരണം, സ്ത്രീ സുരക്ഷ. ഒരു കാലത്ത് ഇതൊന്നും അജപാലന ശുശ്രൂഷയിൽ എത്തിച്ചേരുന്ന വാക്കുകളല്ലായിരുന്നു. ഇതൊക്കെ വളരെ ശക്തമാണ്. ഇത് നിലനിർത്തുവാനും പ്രബോധിപ്പിക്കുവാനും കഴിയണം. ഇവിടെ അവതരിപ്പിച്ച പ്രൗഢമായ ഗ്രന്ഥങ്ങൾ, പ്രൗഢമായ പ്രബന്ധങ്ങൾ ഗോസ്പലിനെയും ഗൂഗിളിനെയും ഗ്രീനിനെയും ജെൻഡറിനെയും
പുനർവായിക്കുവാനാണ് അവതരിപ്പിക്കുന്നത്. ഞാനിവിടെ അവതരിപ്പിച്ച വാക്കുകൾ സംക്ഷിപ്തമാക്കുകയാണ്. അഭിമന്യ തിരുമേനി അവതരിപ്പിച്ചു, നല്ല മാതൃകയുള്ള വൈദികർ, സാമൂഹിക പ്രതിബദ്ധതയുള്ള വൈദികർ നമുക്കുണ്ടാവണം. അവിടെയാണ് യുവജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത്. നല്ല മാതൃക, നല്ല സാമൂഹിക പ്രതിബദ്ധത, അങ്ങനെയുള്ളൊരു നേതൃത്വം നമുക്കുണ്ട്, കൂടുതലായിട്ടുണ്ടാവണം. നമ്മുടെ യുവജനങ്ങൾ ആകൃഷ്ടരായി തീരും. അഭ്യുന്നനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ സാന്നിധ്യം നമുക്കറിയാം. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള മുഴുവൻ വൈദികരും മേൽപ്പട്ടക്കാരും ആകൃഷ്ടരായത് ഒരൊറ്റ വ്യക്തിത്വമാണ്, ഫാദർ എം വി ജോർജ്, ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്ത. നല്ല മാതൃകയുള്ള, നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു നേതൃത്വം നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയണമെന്ന് അഭ്യുന്നയ തിരുമനസ്സുകൊണ്ട് ഓർപ്പിക്കുകയുണ്ടായി. ജോജി കെ ജോയി അച്ഛൻ്റെ ഹ്രസ്വമായ വാക്കുകളിൽ ഞാനത് ഒതുക്കുകയാണ്. വിശുദ്ധി, വിനയം, വിശ്വാസം, വിവേകം, ഈ മൂല്യങ്ങളുള്ള വൈദികർ നമുക്കുണ്ടാവണം. വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രകാശം പരത്തുന്ന വൈദികർ ഉണ്ടാകുമ്പോൾ യുവജനങ്ങൾ സഭയിലേക്കും നമ്മുടെ വിശ്വാസത്തിലേക്കും ആകൃഷ്ടരായിത്തീരും. നമ്മുടെ ബിനോയ് സാറ് പറഞ്ഞു, പരിസ്ഥിതി പ്രശ്നങ്ങൾ അത് നമ്മൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം. മദ്യം, മയക്കുമരുന്ന്, ലൈംഗികത, സ്വവർഗ വിവാഹം, ഗർഭഛിദ്രം, ക്ലോണിംഗ്, വാക്കുകൾ ശക്തമാവുകയാണ്. സഭയുടെ നിലപാടെന്താണ്? യുവജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നമുക്കൊരു ഡോക്യുമെന്റ് അവതരിപ്പിക്കുവാനുണ്ടോ? അടുത്ത വൈദിക സമ്മേളനം വരുമ്പോഴും വീണ്ടും ഇത് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ തകർന്നു പോകുന്നതും അടിമയായിത്തീരുന്നതുമായ പുത്തൻ സിദ്ധാന്തങ്ങളിലും പുത്തൻ ക്രമങ്ങളിലും പുതിയ രീതിശാസ്ത്രവും സിദ്ധാന്തവും പ്രയോഗതയും നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി ഓർപ്പിക്കുകയുണ്ടായി, പരിസ്ഥിതിയിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ഉയർന്നു വരുന്ന പുതിയ പ്രശ്നങ്ങൾക്ക് പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ സഭയുടെ വിശ്വാസവും കാഴ്ചപ്പാടും എന്തായിരിക്കണം? വ്യക്തമായ നിലപാടുകൾ ഉണ്ടാവണം. പരിസ്ഥിതി പ്രശ്നങ്ങളിലായാലും വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലായാലും ഇവിടെയും പുതിയ നിലപാടുകൾ ഉണ്ടാവണം. കുമാരി അക്സ സ്വതസിദ്ധമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എല്ലാ ഇടവകളിലും സ്ത്രീ സാന്നിധ്യം ശക്തമാക്കി, വോട്ടവകാശം നൽകി. ഇടവക തലത്തിൽ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്ക് അധികാരത്തിലെത്തുവാൻ കഴിയും. നമ്മുടെ ഇടയ ശുശ്രൂഷയിൽ സ്ത്രീകളുടെ സാന്നിധ്യം എവിടെയാണ്? ഭരണസമിതിയിൽ. അഹമ്മദാബാദ് ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ അയച്ചൊരു കൽപ്പന ഞാൻ വായിക്കുവാനിടയായി. എല്ലാ ഇടവകളിൽ നിന്നും നിർബന്ധമായി ഒരു സ്ത്രീയെങ്കിലും കമ്മിറ്റിയിൽ അംഗമായിരിക്കണം. അതവിടെ പ്രായോഗികമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ വളർന്നു വരുന്ന യുവജനങ്ങളോട്, വളർന്നു വരുന്ന നേതൃത്വത്തോട് നമുക്ക് എന്താണ് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്? ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പുതിയ ചർച്ചകളും പുതിയ അന്വേഷണങ്ങളും പുതിയ രീതിശാസ്ത്രവും രൂപപ്പെടുത്തുവാൻ ഈ വേദി ഉപയുക്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു സംഗ്രഹമല്ല, കൂടുതൽ ചർച്ചകളും പഠനങ്ങളും ഉണ്ടാവണം. ഇതിന് നേതൃത്വം നൽകിയ അഭ്യുന്നതനായ യൂഹാനോൻ മാർ പോളിക്കാർപ്പോസ് തിരുമേനിയോടും ബഹുമാനപ്പെട്ട ജോജി കെ ജോയി അച്ഛനോടും പി വൈ ജസൻ അച്ഛനോടും ഡോക്ടർ ബിനോയ് തോമസിനോടും കുമാരി അക്സ മാത്യുവിനോടുമുള്ള വൈദിക സംഘത്തിൻ്റെ ഈ മഹാസമ്മേളനത്തിൻ്റെ പേരിലുള്ള ഹൃദയപൂർവമായ നന്ദിയും ആദരവും സമർപ്പിക്കുന്നു. ഈ ചർച്ചയ്ക്ക് വേദി തന്നതിനായിട്ടുമുള്ള നന്ദി അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.